BJP അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അതിൽ ആർക്കും സംശയമില്ല. BJPയുടെ ഒരു കാര്യം എടുത്തു നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് BJP കണക്കാക്കുന്നത് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കാൻ BJP വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട്. സ്ത്രീയെ അടിച്ചമർത്തുകയോ അല്ലെങ്കിൽ തെറി വിളിക്കുകയോ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് സ്ത്രീ വെറും ഒരു ഒന്നിനും കൊള്ളാത്തവളാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു നിലപാട് BJPക്കില്ല. നമ്മൾ തലസ്ഥാനം ഭരിക്കുന്നത് രേഖാ ഗുപ്ത എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അത്രത്തോളം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ പദ്ധതികളൊക്കെ കൊണ്ടുവരുന്ന ഒരു പാർട്ടിയാണ് BJP. തലസ്ഥാനത്ത് ആരാകും മേയർ? ഇതാണ് ചർച്ച. തീർച്ചയായിട്ടും അതൊരു വനിതയായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. കാരണം BJPയുടെ മുൻകാല പിന്നെ എന്താ പറയുക, ആളുകളെയൊക്കെ എടുത്തു നോക്കിയാൽ അല്ലെങ്കിൽ ഭരണം കൊടുക്കുന്നതൊക്കെ നോക്കിയാൽ ഒരു പക്ഷേ സ്ത്രീകളെ ദ്രൗപദി മുർമു അടക്കം നമ്മൾ കണ്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും തലസ്ഥാനത്ത് ഒരു സ്ത്രീ ആയിരിക്കും മേയർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. BJP ഇങ്ങനെ വളർന്നു പോവുകയാണ്. ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമാണ് BJPയിൽ ഒരു അഭൂതപൂർവമായ വളർച്ച നമ്മൾ കുറച്ച് കൂടുതലായി കാണാൻ തുടങ്ങിയത്. വലിയ സംസാരങ്ങളില്ലാതെ, കൊട്ടി ആഘോഷങ്ങളില്ലാതെ വളരെ നിശബ്ദമായി അദ്ദേഹം പാർട്ടിയെ വലുതാക്കിക്കൊണ്ട് താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ്. ഈ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് ആദ്യം വാർത്ത ബ്രേക്ക് ചെയ്തത് മീഡിയ മലയാളമാണ്. അന്ന് ഒരാൾ പറഞ്ഞത് 5 കാരണങ്ങൾ കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ആ സ്ഥാനത്തേക്ക് വരില്ല. ഇന്ന് BJPക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് അന്ന് പറഞ്ഞത് ഒരിക്കലും വരില്ല, സുരേന്ദ്രൻ തന്നെ ആയിരിക്കും വരുന്നത്. അതിന് 5 കാരണങ്ങളും അദ്ദേഹം അന്ന് കണ്ടെത്തി പറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ രാജീവ് ചന്ദ്രശേഖർ തന്നെ കേന്ദ്രം കൊണ്ടുവന്നു. ഗ്രൂപ്പ് പീസ് ഒന്നും കളിക്കാൻ ആർക്കും പറ്റിയില്ല. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ അതിന്റെ രീതിയിലേക്ക് പാർട്ടി എങ്ങനെ വളർത്തണമെന്ന് അദ്ദേഹത്തിന് അറിയാം. ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു. തലസ്ഥാനത്ത് നിന്ന് തുടങ്ങി ഇനി BJPയുടെ ഒരു വിജയ സഞ്ചാരം എങ്ങനെയായിരിക്കും? RC കലിപ്പിലാണ് ഇപ്പോഴും. രാജീവ് ചന്ദ്രശേഖരൻ യഥാർത്ഥത്തിൽ കലിപ്പിലാണ്. കാരണം BJPക്ക് അദ്ദേഹത്തിന് വന്നതിന് ശേഷം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിൽ ഈ നിരട്ടി നേട്ടവും മധുരവും ഒക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട നേട്ടം തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ കൃത്യമായി പിടിച്ചിരിക്കുന്നത് തന്നെയാണ്. അതിനകത്ത് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആളുടെ കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ്, സംവിധാനം, അല്ലെങ്കിൽ പ്രചരണം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിനകത്ത് അദ്ദേഹം കാണിച്ച മികവ്, അത്തരത്തിലേക്കുള്ള ഒരു തീരുമാനമായിരുന്നു. കാരണം ഇവിടെ ഞങ്ങൾ വന്നാൽ ഈ നഗരം ലോക നിലവാരത്തിലുള്ള നഗരമാക്കി മാറ്റും, അതിന് കൃത്യം മാസ്റ്റർ പ്ലാൻ ഉണ്ടാകും, അത് നരേന്ദ്രമോദിയുടെ ഐഡിയയിലുള്ള മാസ്റ്റർ പ്ലാൻ ആണ് എന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണം സാധാരണക്കാരുടെ ഇടയിലേക്ക് അവർക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതിലേക്ക് പ്രചരണം നടത്താൻ സാധിച്ചു. അപ്പം ആ പ്രചരണം ആൾക്കാർ ഉൾക്കൊണ്ടപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം തോറ്റതിൻ്റെ കാരണം എന്താ? 7500 വോട്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ജയിച്ചേനെ. അതിൻ്റെ കാരണം പുള്ളിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതായത് ഇപ്പം പറഞ്ഞില്ല 5 കാരണം കൊണ്ട് RC വരത്തില്ലെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, RC വരാത്തതിനകത്ത്, RC വരുന്നതിനകത്ത്, അല്ലെങ്കിൽ 5 കാരണങ്ങൾ എന്ന് പറഞ്ഞ ആൾക്കാർ ഈ പറയുന്നത് പോലെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം BJPക്കകത്ത്, ഇത്തരത്തിലുള്ള ആൾക്കാർ ഗ്രൂപ്പിനകത്ത്, പാർട്ടിക്കപ്പുറം, ഞാൻ MLA ആയാൽ BJPക്ക് MLA ഉണ്ടായാൽ മതി, ഞാൻ മന്ത്രിയായാൽ BJPക്ക് മന്ത്രി ഉണ്ട്, ഞാൻ അധ്യക്ഷൻ മാത്രമായിട്ട് ഇരുന്നാൽ മതി, അല്ലെ എൻ്റെ ആൾ അധ്യക്ഷൻ ആയാൽ മതി എന്നുള്ള കാര്യം അത് കേന്ദ്രത്തിന് മനസ്സിലായതുകൊണ്ട് ഒരുത്തൻ്റെ ആൾ ഇവിടെ അധ്യക്ഷനാവേണ്ട, ഞങ്ങളുടെ അധ്യക്ഷനെ ഇവിടെ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് RC ഇവിടെ വന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPക്കകത്തെ കേരളത്തിലെ കുഴപ്പമെന്ന് പറഞ്ഞാൽ, BJP ഉണ്ടാക്കിയ സമയത്ത് ഈ പാർട്ടി ഒന്നുമല്ലാത്ത സമയത്ത് ഈ പാർട്ടിയെ നേതൃത്വം നയിച്ചുകൊണ്ടിരുന്ന സമൂഹത്തിനിടയിൽ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞു നിന്നവരെ പിന്തള്ളി സമ്പന്നമായ പാർട്ടിയുടെ ഉയരങ്ങളിലേക്ക് എത്താൻ, ആ പാർട്ടിയെ പിടിച്ചെടുക്കാൻ, അതുകൊണ്ട് സമ്പത്തുണ്ടാക്കാൻ നിൽക്കുന്ന പുതിയ ചില സംഘപരിവാറുകൾ, മുഖം മൂടിയിട്ട സംഘപരിവാർ. യഥാർത്ഥ സംഘപരിവാറുകാരുടെ RSSന്റെ ജോലി അതല്ല. അവൻ ആ ജോലി ഇന്ത്യയിലുടനീളം ചെയ്യുന്നതുകൊണ്ടാണ് 2014 ആര് വിചാരിച്ചണക്കെയും, അമേരിക്ക വിചാരിച്ചണക്കെയും, രാജ്യത്തുടനീളമുള്ളവർ വിചാരിച്ചണക്കെയും BJPയെ തോൽപ്പിക്കാനൊക്കെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇതിനകത്ത് നിന്ന് ഞാനങ്ങ് സംഘപരിവാറാണ്, ആവേശമാണ്, കയ്യിൽ 27 ചരടും നെറ്റിയിൽ 4 കുറിയൊക്കെ ഇട്ട് സംഘപരിവാറിൻ്റെ കാര്യം പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അത് എവിടെയുമുണ്ട്. ആ ആൾക്കാരാണ്, അവരെയാണ് പേടിക്കേണ്ടത്. ഇനിയും പേടിക്കണം. അതാണ് RC കലിപ്പിലാണെന്ന് പറഞ്ഞത്. ഈ പറയുന്നത് വളരെ മുന്നേറ്റമുണ്ട്. കോർപ്പറേഷൻ ഭരിക്കും. ഏതാണ്ട് 2000ഓളം സീറ്റുകളിൽ BJP ഈ പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. 30-30ഓളം പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട്, 2 മുനിസിപ്പാലിറ്റികൾ ഭരിക്കുന്നുണ്ട്, ഒരു കോർപ്പറേഷൻ BJPയുടെ കയ്യിലാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി നേട്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുമ്പോൾ ഏതാണ്ട് 1600ഓളം സീറ്റുകളിൽ മാത്രമുണ്ടായിരുന്ന BJP ഈ പ്രാവശ്യം 2000ഓളം സീറ്റുകളിൽ വന്നു. അതായത് 1680 സീറ്റ് ഗ്രാമപഞ്ചായത്ത്, 37 ബ്ലോക്കിലും
2 ജില്ലാ പഞ്ചായത്തിലും 320 മുനിസിപ്പാലിറ്റിയിലും 59 കോർപ്പറേഷനിലും കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു. യഥാർത്ഥത്തിൽ ഒത്തിരി മുന്നേറ്റമുണ്ട്. പക്ഷേ 600ഓളം വാർഡുകൾ കഴിഞ്ഞ പ്രാവശ്യം കയ്യിലിരുന്നതും നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി BJPക്ക് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു BJPയുടെ. നിങ്ങൾക്കറിയാവോ 600ഓളം. അപ്പോൾ എത്രയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ജയിപ്പിച്ചിടത്ത് അവരവരുടെ ജോലി ചെയ്തായിരുന്നെങ്കിൽ, ഈ പാർട്ടി അവരുടെ വർക്ക് ചെയ്തായിരുന്നെങ്കിൽ, അത് നിലനിർത്തി പോയിരുന്നെങ്കിൽ കൂടെ ജയിച്ചേനെ. അപ്പോൾ 2000 ഈ പറയുന്ന 2000-നപ്പുറം 2600 ആകുമായിരുന്നു. പന്തളം മുനിസിപ്പാലിറ്റിയിൽ തമ്മിൽ തല്ലി കൊണ്ട് കളഞ്ഞില്ലേ. ഷൊർണൂർ മുനിസിപ്പാലിറ്റി കിട്ടി. മാത്രവുമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2000-ൻ്റെ കൂടെ 1500ഓളം സീറ്റുകളിൽ നമ്മൾ പറയത്തില്ലേ 1-2 വോട്ടിന്റെ വ്യത്യാസത്തിൽ BJP തോറ്റുപോയിട്ടുണ്ട്. അത് ജയിച്ചതുപോലെ കണക്കാക്കിയാൽ മതി. ആ ജയിച്ചതുപോലെ, അതായത് നിറക്കിട്ടണം പോയിട്ടുണ്ട്. അപ്പം 2000-ന്റെ കൂടെ ഈ 1500 അങ്ങനെ വരുമ്പോൾ 3500. കഴിഞ്ഞ പ്രാവശ്യത്തെ 600-ആകുമ്പോൾ ഏതാണ്ട് 4000 സീറ്റുകളിൽ BJP ജയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കേരളത്തിൽ നിസ്സാരമൊന്നുമല്ല, ഏതാണ്ട് 23,000-ഓളം വാർഡുകളോടത്ത് ഇത്രയും സീറ്റ് BJPക്ക് പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല. ഞാനീ പറഞ്ഞ അദ്ദേഹം കലിപ്പിലാണെന്ന് പറഞ്ഞത് ഒരുമിച്ച് ഒരുമയോടെ ഈ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം അവിടെ മൊത്തത്തിൽ BJPയുടെ സംവിധാനമുള്ളിടത്ത് അവിടെ ആ സോഴ്സ് ഉപയോഗിച്ചതുപോലെ കേരളത്തിലുടനീളം ഈ നേതാക്കന്മാർ എല്ലായിടത്തും ഇതേ സംവിധാനത്തിൽ ഉപയോഗിച്ചായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ വരുമായിരുന്നു. ഈ RJ ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്തും തുടങ്ങാൻ തീരുമാനിച്ചു. തിരുവനന്തപുരത്തും തുടങ്ങട്ടെ. ഇത് തന്നെയല്ലേ നേരത്തെ ഞാൻ അല്ലെങ്കിൽ നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞു. ഇത് തന്നെയാണ് അമിത്ഷാ പറഞ്ഞത്. ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുടനീളം നടത്തുന്നത് തിരുവനന്തപുരത്തും തുടങ്ങപ്പാ. അപ്പം നിങ്ങളെ ഒരു വിശ്വാസം വരും. നിങ്ങൾ ജയിക്കുമെന്നുള്ള വിശ്വാസം വന്നാൽ നിങ്ങളെ ജയിപ്പിക്കാൻ ആളുണ്ടാവും. ഇവിടെയും അതാണ് സംഭവിച്ചത്. BJP കേരളത്തിലുടനീളം അവരുടെ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ വ്യക്തിമുദ്ര അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം പതിപ്പിച്ചതിനകത്ത് പലയിടത്തും BJPക്ക് പ്രവർത്തിക്കാൻ ആളുള്ളിടത്തല്ല. അല്ലാതെ BJPയെ ഏറ്റെടുത്തിരിക്കുന്നു ഈ പറഞ്ഞതുപോലെ ആൾക്കാർ. അവർ വോട്ട് ചെയ്യാൻ തയ്യാറായിരിക്കുന്നു. പക്ഷേ അവർക്ക് ഈ തിരുവനന്തപുരത്ത് RC കാണിച്ചതുപോലെ അവർക്ക് തോന്നണം, കൊള്ളാമെന്ന് തോന്നുന്ന ക്യാൻഡിഡേറ്റ്സിനെ ഇട്ടുകൊടുക്കണം. അത് ഉടനീളം BJP അതിനുവേണ്ടി ശ്രമിക്കണം. ക്യാൻഡിഡേറ്റ്സിനെ ഇട്ടുകൊടുത്താൽ ഈ പറയുന്ന പോലെ പ്രവർത്തിക്കാനില്ലാത്തിടത്തും വെളിയിലിറങ്ങി മുദ്രാവാക്യം വിളിക്കാൻ ഈ താല്പര്യമില്ലാത്തവർ അകത്തിരുന്നതിനെ ജയിപ്പിക്കാൻ, അവർ വന്നാൽ മതിയെന്ന് തീരുമാനിക്കാൻ, ഇന്ത്യക്ക് വന്നാൽ നേട്ടമുണ്ടെന്ന് മനസ്സിലാക്കി വോട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. ചെറുപ്പക്കാരുണ്ട്, മുതിർന്നവരുണ്ട്, അല്ലെങ്കിൽ വിവരമുള്ളവരുണ്ട്. അത് മനസ്സിലാക്കി BJP കേരളത്തിലുടനീളം ഇപ്പോൾ RC തിരുവനന്തപുരത്ത് കാണിച്ചു വെച്ചതുപോലെ ഒന്നുക്കൊന്ന് മെച്ചമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ, ജനങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥികൾ BJP വന്നാൽ ഈ പറയുന്ന സ്ഥാനാർത്ഥികളെ ഇവരെ ജയിപ്പിച്ചാൽ നാടിന് ഗുണമുണ്ടാകും. അതേ രീതിയിൽ കേരളത്തിൽ നിയമസഭയിലും ലോകസഭയിലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന ഒരവസ്ഥയും അല്ലെങ്കിൽ അത്തരത്തിൽ BJP സുതാര്യമായിട്ട് പോകുന്ന ഒരവസ്ഥയും എത്തിച്ചേർന്നാൽ, ഒന്നിച്ച് പ്രവർത്തിച്ചാൽ, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ, എനിക്ക് വേണ്ടി എന്നല്ല, ഞാൻ ആദ്യം പറഞ്ഞ ചില കക്ഷികളുണ്ട്, അവരെ ഒഴിവാക്കി നിർത്തിയാൽ. അതുകൊണ്ടാണ് RC പലയിടത്തും ചില പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ മീറ്റിങ്ങിന് വിളിക്കാതെ പോലും മാറ്റി നിർത്തിയത്. ആരാന്നൊക്കെ ഞാൻ പറയുന്നില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലായി. ഇപ്പം ഞാനീ പറഞ്ഞു ഇപ്പോഴത്തെ ഏറ്റവും കണക്കനുസരിച്ച് ഇപ്പം UDFന് നേട്ടമുണ്ടായി എന്ന് പറയുന്നത്, UDFന് നേട്ടമുണ്ടായെന്ന് പറഞ്ഞാൽ UDF പഴയ പാറ്റേണിലേക്ക് വരാം. പല ചർച്ചകളിലും പറയുന്നത് ന്യൂനപക്ഷ ഏകീകരണം UDFനെ എന്നും ജയിപ്പിക്കും. ഭൂരിപക്ഷ ഏകീകരണമാണ് ഇടതുപക്ഷത്തിനെ ജയിപ്പിക്കും. അവർ രണ്ടുപേരുമുള്ളത്. അപ്പോൾ ഈ സാന്നിധ്യത്തിലേക്ക് 25% വോട്ട് വേണമെന്ന് പറഞ്ഞിടത്ത് 19% വോട്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഇനി അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഉള്ള കാര്യം നാളെ അറിയത്തില്ല. പക്ഷേ ഇവിടെ മലപ്പുറം, വയനാട്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ഏതാണ്ട് സമാനമായിട്ട് വന്നത്. ക്രിസ്ത്യൻ മുസ്ലിം ഭൂരിപക്ഷമുള്ളതാണ് ഈ പറയുന്ന UDF നേട്ടമുണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി കണ്ണൂർ, കൊല്ലം, തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട് സർവാധിപത്യത്തിൽ നിന്ന് LDFന് ചിലരെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് അവിടെയും UDF കടന്നു കയറിയിട്ടുണ്ട്. അപ്പം ഇത് ഒരു പ്രത്യേക നമ്മൾ പറഞ്ഞ നേരത്തെയുള്ള പാറ്റേണിലേക്ക് പോകുന്നു കാര്യങ്ങൾ. അപ്പം അടുത്ത പ്രാവശ്യം ഇതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞു പോവുകയാണ്, BJP നേട്ടമുണ്ടാക്കുന്നു. അടുത്ത പ്രാവശ്യം ഈ കണക്കനുസരിച്ച് കണക്ക് നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് ലോകസഭയിൽ വന്നതിനെക്കാട്ടിൽ ശകലത്തിന്റെ ഒരു കുറവ് തന്നെയാണ് ജയിച്ചപ്പോഴും സംഭവിച്ചത്. മനസ്സിലാവുന്നില്ല, 60%. അപ്പം അടുത്ത പ്രാവശ്യം ഈ കണക്ക് വെച്ച് 2026 നിയമസഭയിൽ, നമ്മൾ ലോകസഭയിലെ കണക്ക് വെച്ചാണല്ലോ ചിലപ്പോൾ കാര്യങ്ങൾ നോക്കുന്നത്. നിയമസഭയിൽ ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ 80 സീറ്റിൽ UDF മുന്നിലാണ്, 58 സീറ്റിൽ LDF മുന്നിലാണ്, 2 സീറ്റിലാണ് NDA. ഇതിൻ്റെ കണക്കനുസരിച്ച് ആ കണക്കിനകത്ത് ഏകീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ മാറും.
പക്ഷേ BJP ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത് ഏതാണ്ട് 35 സീറ്റിൽ വളരെ കൃത്യമായിട്ട് ജയിക്കാൻ സാധ്യതയുള്ള, അതായത് നേമത്തെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നേമത്തെ അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ വട്ടിയൂർക്കാവ് ഇതൊക്കെ ജയിക്കാൻ തന്നെ സാധ്യത. 17 വാർഡിൽ BJP ജയിച്ചിരിക്കുന്നു. 17 വാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കൂട്ടല്ല, വാർഡ് കോർപ്പറേഷൻ വലുതാണ്. അപ്പം ഇദ്ദേഹത്തിന് അറിയില്ല. അപ്പം 35ഓളം സീറ്റിൽ BJP കാൻഡിഡേറ്റ്സിനെ ഈ പറഞ്ഞതുപോലെ ഏറ്റവും കിട്ടാൻ സാധ്യതയുള്ള മേടിച്ചെടുക്കും, ജയിപ്പിച്ചെടുക്കും അതേ രീതിയിൽ കാൻഡിഡേറ്റ്സിനെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് അടുത്ത പ്രാവശ്യം എങ്ങനെ പോയാലും എവിടെ നിന്ന് പോയാലും BJPയുടെ സാന്നിധ്യം 20-25 സീറ്റിൽ, ഏറ്റവും അവസാനം 35 സീറ്റിൽ അവർ ഭഗീരഥ പ്രയത്നം നടത്തും, ജയിപ്പിച്ചെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാണ്. ഇത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ നീക്കമാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അതിനകത്തുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഐഡിയയിലുള്ള പരസ്യം, അല്ലെങ്കിൽ BJP എങ്ങനെ എന്തിന് ജയിക്കണം, എങ്ങനെ ജയിക്കണം, അല്ലെങ്കിൽ BJP ജയിച്ചാൽ എന്തൊക്കെ ഈ രാജ്യത്തിൻ്റെ വികസനം ഉണ്ടാകും, BJP ഇതുവരെ ഭരിച്ചതുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ താഴെത്തട്ടിൽ വരെ എത്തിക്കാനുള്ള പ്രചരണ സംവിധാനമായിട്ട് മുന്നോട്ട് പോകും. അത് തിരുവനന്തപുരത്ത് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇതുവരെ അത്തരത്തിലൊരു പ്രവർത്തനം ഇവിടെ BJP നടത്തിയിട്ടില്ല. അതൊക്കെ പറയാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പം ഈ പറഞ്ഞ BJP ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇന്നലെ അവതരിച്ചിരിക്കുന്ന ആവേശം കൊള്ളുന്ന ഈ മുഖം മൂടിയിട്ട കുറെ സംഘപരിവാർ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അത് സീറ്റിന് വേണ്ടിയാകാം, സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാകാം. അവരെയൊക്കെ തിരിച്ചറിയാൻ BJP കഴിയും. ഇതിനെക്കാട്ടി വലിയ സാധനത്തിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവിടെ RC വന്നത്, അതുകൊണ്ടാണല്ലോ RC ഇവിടെ കൊണ്ടുവന്നത്. അതിന്റെ കൂടെ പറയേണ്ട ഒരു കാര്യം കൂടെ, ഇപ്പൊ പലരും പറയുന്നത് ഈ മേയറിന്റെ പേര് പറയുമ്പോൾ മറ്റാളുകൾ BJPക്ക് അകത്ത് തന്നെ, ഇപ്പൊ നമ്മളെ ശ്രീലേഖയുടെ പേര് പറയുമ്പോൾ BB രാജേഷും അല്ലെങ്കിൽ മറ്റു ആളുകളും ഒരുപക്ഷെ BJPക്ക് അകത്ത് ഒരു തമ്മിത്തൽ ഉണ്ടാക്കാനാണ് പലരും ഇങ്ങനെ ശ്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പലരും പറയുന്നുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അധികാരത്തിന് വേണ്ടി കടിപിടി കൂടുന്നത് ആരും കണ്ടിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഈ പറയുന്ന ആള് പഠിപ്പിക്കേണ്ട, ഇതെല്ലാവരും ചോറുണ്ടാ കഴിയുന്നത്. BJPക്ക് അത് നല്ലപോലെ അടിപിടി ഉണ്ട്, BJPക്ക് അത് നല്ലപോലെ ഗ്രൂപ്പ് ഉണ്ട്. BJP വളരാൻ ഈ ഗ്രൂപ്പ് അനുവദിക്കുന്നില്ല. അത് വളരെ കൃത്യമായിട്ട് അറിയാം. അതിപ്പോഴല്ല, നേരത്തെ കേന്ദ്രത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുന്നതിന് വളരെ കാലമായിട്ട് കേന്ദ്രം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രൂപ്പ് കളിക്കുന്നവനെ ഒന്നും ആക്കത്തില്ലെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ആരും അതിന് വെള്ളം പൂശാനും നിൽക്കണ്ട. എല്ലാവർക്കും അറിയാം BJPക്ക് അത് ഗ്രൂപ്പ് ഉണ്ടെന്നും BJPക്ക് അത് നടക്കുന്ന കൊള്ളരുതായ്മയൊക്കെ അറിയാം. അതൊക്കെ മാറിയിട്ട് അതല്ല BJP, കേന്ദ്രത്തിൽ നിന്നുള്ള നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അല്ലെങ്കിൽ ആ BJPയൊക്കെ ഉൾക്കൊണ്ട് ഇവിടുത്തെ ജനം കുറേ പേര് ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാതെ ഇവിടെ ഇപ്പം വന്ന് BJPയെ വെള്ളപൂശാനും ചില ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി, സ്ഥാനാർത്ഥി ലാഭത്തിന് വേണ്ടി അവതരിച്ചിട്ടുള്ള ഇതുവരെ BJP അല്ലാത്ത, ഞാൻ സംഘപരിവാർ കണ്ടുപിടിച്ച ഞാനാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെയൊക്കെ തിരിച്ചറിയാനുള്ള കാര്യങ്ങളും അവരുടെ അജണ്ട എന്താണെന്ന് അറിയാനുള്ള മുഖ്യ രീതിയൊക്കെ കേന്ദ്രത്തിനുമുണ്ട്. അത് മനസ്സിലാക്കി ഇരുന്നാൽ മതി. കൂടുതൽ വെള്ളപൂശാനും വൈറ്റ് വാഷ് അടിക്കാനും ഒന്നും ആരും നിൽക്കേണ്ട. അപ്പൊ അതൊക്കെ ഉണ്ടാകും. അപ്പൊ അവർക്കത് അറിയാം. അത് RCക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. RCക്ക് അതിനുള്ള പിന്തുണ കേന്ദ്രത്തിൽ നിന്നുണ്ട്. അതുകൊണ്ടാണ് ഇവര് വെള്ളപൂശിയ RC വന്നപ്പോൾ 5 കാര്യം പറഞ്ഞവരെ മാറ്റി നിർത്തി RC കമ്മിറ്റി കൂടി. അത്രേ എനിക്ക് പറയാനുള്ളൂ. ABC മലയാളത്തിൻ്റെ കൂടെ ABCക്ക് ഒരു ഹിന്ദി ചാനലുണ്ട്, ABC ഹിന്ദി. അത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ വരിക്കാരാകണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.